ஹாய் ஃப்ரெண்ட்ஸ், வெல்கம் டு மை சேனல். நம்ம சேனலை ஃபஸ்ட் டைம் பார்க்குறீங்கன்னா சப்ஸ்கிரைப் பண்ணிக்கோங்க, கூட பெல் ஐக்கானே ப்ரெஸ் பண்ணிக்கோங்க. அப்போ தான் நான் போடுற எல்லா வீடியோ உங்களுக்கு அப்டேட் ஆகும். இப்போ வாங்க வீடியோக்குள்ளே போகலாம். இப்போ நான் கத்தார்லேருந்து ரிட்டர்ன் வரும்போது எப்படி கத்தார் சிட்டிக்குள்ளே கூடி வந்தோம், அது ஒரு ஒன்றரை மணி நேரம் ட்ராவல் பண்ணோம். அந்த வீடியோவை நான் உங்களுக்கு ஃபுல்லாகவே நாங்கள் காருக்குள்ளே பேசிட்டு போனோம். மலையாளத்தில் தான் நான் பேசிட்டு போனதும் அதுதான் நான் இப்போ வீடியோவாக போட்டிருக்கேன், எந்த கட்டிங்கும் இல்லாமல். இந்த வீடியோ உங்களுக்கு பிடிச்சிருந்துச்சின்னா லைக் பண்ணுங்கள், ஷேர் பண்ணுங்கள், சப்ஸ்கிரைப். வாங்க வீடியோக்குள்ளே போகலாம். நான் போய் ஒரு மாதத்தில் வெளியில் எங்கேயும் சுற்றி பார்க்கல. அதனால் சரி கிளம்பும்போது சிட்டிக்குள்ளே கூட கூட்டிகிட்டு போகலாம் அப்படின்னு சொல்லி கூட்டிகிட்டு வந்தாங்க. பார்க்குறதுக்கு சூப்பராக இருந்தது. മറ്റേ റൗണ്ടാ പച്ച അത് നാളെ പിങ്ക് ആവും, പിന്നെ പർപ്പിൾ ആവും. ഓരോ ദിവസത്തിനും കളർ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ മൾട്ടി കളറാവും. பார்க்குற அந்த பாலம் டெய்லி ஒரு கலர் சேஞ்ச் ஆகுமாம்மா, மல்டி கலரில் அப்படியே வந்துகிட்டே இருக்குமாம்மா. அதை தான் அவங்க மலையாளத்தில் சொல்கிறாங்க. പോലത്തെ ഡ്രോൺ സെറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ന്യൂസിൽ പുതിയതുമില്ല, ക്രിസ്റ്റൽ വാക്ക് ഇറങ്ങിയാലോ. അടുത്ത ആഴ്ച പറ്റിയപ്പോ അടുത്ത ആഴ്ച പക്ഷേ ഈ വീക്കെൻഡിൽ പോയാൽ ഭയങ്കര ബ്ലോക്ക് കയറി അടുത്ത ആഴ്ച അമീനൊക്കെ അവിടെ പോയി. അസീഫ് എല്ലായിടത്തും പോകൂലേ, അവർക്ക് ഫാമിലിയായിട്ടും ഒരു ബ്രദറും. அந்த பாலத்துக்கு அப்புறம் வேற ஒரு ராஜ்யம் வரும் அப்படின்னு சொல்லி சொல்கிறாங்க. அந்த பாலத்துக்கு அப்புறம் இதா வல்லுதா அந்த பார்க்குற பெரிய பில்டிங் தான் இங்கே உள்ள பார். പക്ഷെ ഇവിടത്തെ ബാർ ഇങ്ങനെ, അവിടത്തെ ബാറുകൾ പിന്നെ അല്ലേ. ഇവിടെ ബാറ് പറഞ്ഞാല് അതിന്റെ ഏരിയ ഒക്കെ നീറ്റുണ്ടായിരിക്കും. മറ്റേ നാട്ടിലാകുമ്പോ അങ്ങനത്തെ ഒന്നുമില്ല, ഫുൾ നീറ്റായിരിക്കും. ഇവിടെ റോട്ടില് തുപ്പിയാല് 10,000 റിയാൽ പേരാണ്. ரோட்டில் துப்புனா 15-16 റിയാൽ, ഒരു റിയാലുക്ക് 23 രൂപ. അപ്പോൾ എപ്പോഴും കാൽക്കുലേറ്റ് பண்ணிக்கலாம். അത് പിന്നെ ഇതുപോലത്തെ വണ്ടി പോകുന്ന ബീച്ചാണ്, കടലിൻ്റെ തൊട്ടടുത്തിരിക്കാൻ പറ്റും. വെള്ളം ഇങ്ങനെ കയറും, തിരക്കൊന്നുമില്ല. ഫാമിലീസ് അറബികളോ മജലിസ് എന്തെങ്കിലും അവിടെ പോയിരിക്കുക, ഫുഡ് കഴിക്കുക. ഒരു അവിടെ ഇത് മലയാളി ഹോസ്പിറ്റലാണ്, ഇത് വലുത്. കോഴിക്കോട് നമ്മുടെ ആസാദ് മൂപ്പല്ലേ, அப்படின்னு சொன்னால் எர்ணாகுளத்தில் பெரிய ஃபேமஸ் ஆஸ்டர் ஹாஸ்பிட்டல், ஆஸ்டர் ஃபார்மசி அப்படின்னு சொல்லிட்டு அவங்களுடைய தம்பியோட பில்டிங் தான் அது ஆகும். അതിൽ ഡ്രൈവറും അതൊക്കെ നഴ്സുമാരായിരിക്കും കേട്ടോ, സാധാ ഡ്രൈവർമാരായിരിക്കില്ല. ഇവർ തന്നെ പോവും, ആ പേഷ്യന്റിനെ അവർ തന്നെ അവിടുന്ന് ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് അവർ നോക്കും. നമുക്ക് എല്ലാ സൗകര്യം അതിനകത്തുണ്ടാവും. വിളിച്ചാല് അവർ നമ്മളൊന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മളെ രോഗി എന്ന് പറയാല് അവര് ഓക്കെ നമ്മളോട് ഡോർ ലോക്ക് ചെയ്ത് ഞങ്ങളവിടെ വരും. ബിൽഡിംഗ് നമ്പർ, നമുക്ക് ഒരു ബിൽഡിംഗ് നമ്പർ ഉണ്ടാവും പുറത്ത്, അത് പറഞ്ഞാൽ ആ സ്പോട്ടിൽ അവിടെ എത്തും അവർ ആംബുലൻസ്. അപ്പൊ അവര് നമ്മൾ എത്തുന്നവരെയും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഒന്നും പ്രശ്നമില്ല, പേടിക്കേണ്ട, നീ ഡോർ ലോക്ക് ചെയ്ത് ആംബുലൻസ് വന്നാൽ ഞങ്ങൾ അറിയിക്കുമ്പോൾ താഴെ പോകണം, ഇവിടെ അടുത്ത റൂമിൽ ആരില്ല അവരെ വിളിക്കുന്നൊക്കെ പറഞ്ഞു പറയും. നമ്മൾ കാണുമ്പോൾ ആംബുലൻസിന് ആൾക്കാർ നമ്മളെ കൊണ്ട് നോക്കുമായിരുന്നു. അവിടുത്തെ ഇട്ടിട്ട് അവരൊന്ന് ഒബ്സർവ് ചെയ്യും, എന്നിട്ട് ആംബുലൻസ് ഇട്ട് ഒന്നും കൂടി നോക്കും. ഫസ്റ്റ് എയ്ഡ് കിട്ടും, അല്ലെങ്കിൽ അവരടുത്ത് അപ്പം. ഇത് ടൂറിസ്റ്റിൻ്റെ അല്ലേ ട്രാവൽസ്, ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യുന്നതാണോ? ഇത് ടൂറിസ്റ്റ് ഇത് അല്ല, ഇതൊക്കെ ട്രാവൽസ്. നമ്മൾ അങ്ങോട്ട് ഇതേപോലെ തന്നെ നമ്മൾ വിസ എടുക്കലും മറ്റൊക്കെ ഇവരെ കൊണ്ട് ഇതേപോലത്തെ കുറേ
സിറ്റികൾ ഇവിടെ കിടക്കും. ലുസൈല് അതിൻ്റെ ഡൗൺ ടൗൺ വലിയ വലിയ ആൾക്കാർ രാജാക്കന്മാരുടെ ഇതൊക്കെ ഉള്ളത്. ഇവിടുത്തെ മെട്രോ സ്റ്റേഷനൊക്കെ ഭൂമിക്ക് അടിയിലാണ്. മെട്രോ സ്റ്റേഷനാണ് ലോകത്തെ ഏറ്റവും വലിയ അണ്ടർഗ്രൗണ്ട് ബേസ്മെന്റ് മെട്രോ സ്റ്റേഷൻ. ഓസ്കാർ അവാർഡ് കിട്ടും. വേൾഡിലെ ഏറ്റവും വലിയ ഷെയറബിളിക്കാരനാണ്. അതിങ്ങനെ കയറി നേരെ ഇതിൽ കുറേ കാണാൻ സംഭവങ്ങളുണ്ട്. അപ്പുറത്തുള്ള ബസ് സ്റ്റാൻഡ്. ഇതിന്റെ ഇത് ബസ് സ്റ്റാൻഡാണോ? മെട്രോ ബസ് മൊത്തം എല്ലാം. ഇവിടെയൊക്കെ മണ്ണ് വാരിയിട്ട് മേലെ കിട്ടാണ്ട് താഴ്ത്തിക്ക് വിടില്ല. അത്രയും ജനങ്ങളാണ്. ഒരു മെട്രോ മൊത്തത്തിലാണ് ബ്ലോക്ക് ആയില്ലേ? വേൾഡ് കപ്പിന്റെ അണ്ടർഗ്രൗണ്ടിൽ എല്ലാ മെട്രോയും. അന്ന് മന എവിടെയാണോ? ഞങ്ങള് ലുസൈൽ പോയിട്ട് അങ്ങോട്ട് മാത്രം ഉണ്ട് മെട്രോ. അല്ല, തിരിച്ച് മാത്രം അങ്ങോട്ടേക്ക് ഇല്ല. മറ്റേ ഇവന്മാരുടെ റോഡ് ഷോ എന്ന് പറഞ്ഞാൽ ആൾക്കാർ മൊത്തം സിറ്റി സെന്റർ എല്ലാം ബ്ലോക്ക് റൗണ്ടിൽ. അത് എന്താ പറയാ, ഒരു വേറെ തന്നെ ഒരു വൈബായിരുന്നു. മെസ്സിനെ നേരിട്ട് കാണുക എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഇതല്ലേ. ഇതാണ് ഞാൻ ആദ്യം പണിയെടുത്ത വണ്ടി. ടാക്സി ഓടിക്കൊണ്ടിരുന്നത് ഞങ്ങൾ ആദ്യം ഒരു വർഷം. അല്ല, നമുക്ക് ഈ എയർപോർട്ടിലേക്ക് നമുക്ക് ഊബർ വിളിച്ചിട്ട് പോവാല്ലേ? ഇവിടെ അടുത്ത് പോകാൻ പറ്റും. അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. തിരിച്ചെടുക്കാൻ പറ്റില്ല. നമ്മളെ തിരിച്ച് നമ്മൾ കർവ തന്നെ ആക്കണം അല്ലേ? കർവ നമുക്ക് അവിടെ നിന്ന് വരുന്ന വണ്ടിയിൽ കൈയാട്ടി കയറി ചിലപ്പോൾ അവിടെ ആവും. നമുക്ക് പ്രശ്നമില്ല. അപ്പുറത്ത് വണ്ടികളുണ്ടാവും, ഓൾറെഡി നിർത്തിയിട്ടുണ്ടാവും. ഓ, അവിടെ പോയിട്ട് ഇപ്പോൾ കർവയും യൂബർ തമ്മിൽ ടൈം എത്താം. ഇപ്പോൾ യൂബർ ബുക്ക് ചെയ്താൽ ചിലപ്പോൾ കർവ എത്തും. കർവ ബുക്ക് ചെയ്താൽ ചിലപ്പോൾ യൂബർ എത്തും. ഞാൻ ഒരു ഊബർ ബുക്ക് ചെയ്തപ്പോൾ കർവ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവരെന്താ വന്നു വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല, കർവ ഊബർ തന്നെ ആക്കുമെന്ന് പറഞ്ഞു. ടൈപ്പാക്കിയിരിക്കും. ഓട്ടോയിലല്ലോ, ഞാൻ തിരിച്ചു കയറാൻ വേണ്ടി നോക്കിയാണ്. ഒരു 6 മാസം പേപ്പർ. Thank you friends. Bye. Next video la paakalam. Bye.